നാളുകൾക്ക് ശേഷം പെറ്റമ്മയുടെ മടിത്തട്ടിലേക്ക് ഓടിയെത്തിയ ഒരു പ്രവാസിയുടെ തിരിച്ചുവരവിന്റെ മാധുര്യമേറിയ അനുഭവത്തിന് ബഹ്റൈൻ പ്രവാസി ലീഗൽ സെല്ലിനോട് നാം കടപ്പെട്ടിരിക്കുന്നു. പ്രവാസ ലോകത്തിന്റെ കണ്ടെത്തലുകളുടെ പട്ടികയിൽ ഒരു പേര് കൂടി ഞങ്ങൾ എഴുതി ചേർക്കുന്നു. എൻ്റെ പേര് ചന്ദ്രൻ, ഞാൻ തിരുവനന്തപുരത്താണ്. ഇവിടെ വന്നിട്ട് ഇപ്പോൾ 83 വന്നതാണ്. ഇത്ര വർഷമായി. കമ്പനി ഇതായതുകൊണ്ട് പോകാൻ പറ്റിയില്ല. ആദ്യം ഔട്ട് പാസ് ചെയ്തു, അത് എൻ്റെ കയ്യിൽ നിന്ന് ഇഷ്ടമായി. അങ്ങനെ ഇപ്പോൾ എംബസിയിൽ നിന്ന് ഞാൻ റെഡിയാക്കിയായിരുന്നു. നാട്ടിലാരൊക്കെ ഉണ്ടായിരുന്നു? നാട്ടിൽ ചേട്ടനുണ്ട്, അമ്മയുണ്ട്, വേറെ പിള്ളേരൊക്കെ ഉള്ളു, ബന്ധുക്കാരെല്ലാം ഉണ്ട്. എത്ര വർഷം കമ്പനിയിൽ വർക്ക് ചെയ്തു? 2 വർഷം. 2 വർഷം കമ്പനിയിൽ വർക്ക് ചെയ്തു. കമ്പനി അവിടെ നിന്ന് വിട്ടാൻ കാര്യം എന്താ? കമ്പനി അവിടെ അറുപത് മരിച്ചു. അങ്ങനെ പിന്നെ മരിച്ചു. പിന്നെ കമ്പനി എല്ലാവരും പോയി. ഞാൻ വെളിയിൽ നിന്ന് പോകാൻ പറ്റാത്ത സാഹചര്യമായി കൊണ്ട് നിന്നത്. അപ്പോൾ വീട്ടുകാരായിട്ടുള്ളൊക്കെ ബന്ധമൊക്കെ എങ്ങനെയായിരുന്നു? വീട്ടുകാരായിട്ടൊക്കെ കുറച്ച് ആൾ ബന്ധമൊന്നും ഇല്ലായിരുന്നു. ഇപ്പം നല്ല ബന്ധവും കാര്യമൊക്കെ. കല്യാണം കഴിച്ചിട്ടില്ല? ഇല്ല. അപ്പോൾ അമ്മ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള വിവരം എപ്പോഴാണ് അറിഞ്ഞത്? ഞാനവിടെ ജയിലിലായ സമയത്ത്, ഇറങ്ങി വന്ന സമയത്ത് അറിയുന്നത്. അതായത് 2020 അല്ലേ? അപ്പോൾ അതിൽ മുമ്പ് വന്ന് 83 വന്ന് 85 വരെ സംസാരിച്ചിട്ടുള്ളൂ. അതിന് ശേഷം സംസാരിച്ചിട്ടില്ല. വീട്ടുകാരായിട്ട് ഒരു ബന്ധമില്ല. 2020 ശേഷമാണ് ബന്ധപ്പെടുന്നത്. അതായത് പ്രവാസ ലോകം എന്ന ഒരു കൈരളി TV-യുടെ പ്രവാസ ലോകം എന്ന പരിപാടിയിലൂടെ വന്ന് ഈ വീട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള റിക്വസ്റ്റ് വരികയൊക്കെ ചെയ്തതിന് ശേഷമാണ് അങ്ങനെ അമ്മ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത്. അച്ഛൻ നിങ്ങൾ വരുന്നതിന് മുമ്പേ മരണപ്പെട്ടു? ഞാൻ വരുന്നതിന് മുമ്പ്. ഞാൻ വന്നതിന് ശേഷം 2 മാസം കഴിഞ്ഞപ്പോൾ അച്ഛൻ മരിച്ചു. വന്ന് 2 മാസം കഴിഞ്ഞപ്പോൾ അച്ഛൻ മരിച്ചു. ഓ ശരി. അപ്പോൾ അതിന് ശേഷമാണെന്ന് തോന്നുന്നു അല്ലേ? പിന്നെ ഒരു ചെറിയ ഈ LMRA ചെക്കിങ്ങിലാണോ എന്ന് തോന്നുന്നു. ആ സമയത്ത് ചെറിയ പ്രശ്നം കാരണം പിടിക്കപ്പെട്ടു. അങ്ങനെയാണ് ജയിലിലാവുന്നത്. നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് കയ്യിൽ വെക്കാൻ വേണ്ടിയിട്ട് പൈസ ഒക്കെ ഏൽപ്പിച്ചു. അത് കൊടുത്ത് ഒരു 500 ദിനാർ കൊടുത്ത ആൾ ഇതുവരെയും കിട്ടിയിട്ടില്ല. പൈസ തന്നില്ല. അല്ല, അപ്പോൾ പോകാന്ന് അറിയിച്ചിട്ട് പോലും പൈസ തന്നില്ല. പുള്ളി വിളിച്ചിട്ടുമില്ല. ഇത് അനിൽ തോണ്ടക്കൽ. ഇദ്ദേഹമാണ് ഇപ്പോൾ തൽക്കാലത്തേക്കുള്ള ടെമ്പററി അക്കോമഡേഷൻ നമുക്ക് ഇവിടെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇദ്ദേഹമാണ് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇയാളെ സഹായിക്കാനും മുന്നോട്ട് വന്നിട്ടുള്ള മറ്റൊരാൾ. അനിൽ, ഇദ്ദേഹമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരുന്നു എന്ന് പറയാമോ? സുധീർ, ഇദ്ദേഹമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 15 വർഷങ്ങൾക്ക് മുന്നേ ഇദ്ദേഹത്തിനെ എനിക്കറിയാമായിരുന്നു. കാരണം അന്ന് ഇദ്ദേഹം റഫേലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ താമസിച്ചുകൊണ്ടിരുന്ന സമയത്തും സാഹചര്യം അന്നും ഇതുപോലെ തന്നെയായിരുന്നു. വലിയ ബുദ്ധിമുട്ടും, കാരണം പണിക്ക് പോകുന്നുണ്ട്. അദ്ദേഹം ഒരു ശരിക്കും പറഞ്ഞൊരു മേസനായിരുന്നു. പിന്നീട് അദ്ദേഹം ഈ മേസൻ പണി മാറിയിട്ട് പിന്നെ പെയിൻറ്റിങ് സെക്ഷനിലേക്ക് മാറി. എവിടെയെങ്കിലും പോയി ചെറിയ ചെറിയ പണികളെടുക്കും. അത് ആ കിട്ടുന്ന പൈസ അപ്പോഴങ്ങ് ചിലവാക്കും. പിന്നെ കയ്യിൽ പൈസ ഉണ്ടാവില്ല. പിന്നെ ചില ദിവസങ്ങളിൽ ഞാൻ തന്നെ കാണാറുണ്ട്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊന്നും ആരുടെയും ഒന്നും പറയാത്തൊരു വ്യക്തിയാണ്. പൈസയൊന്നും കയ്യിലില്ലെങ്കിൽ തന്നെ പുള്ളി പട്ടിണി കിടക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ട്. ആരുടെയും പറയില്ല. അത്രയൊരു മാന്യനാണ് പുള്ളിയുടെ മദർ. കാരണം അവർക്ക് ഏതാണ്ട് 90 വയസ്സിന് മേൽ പ്രായമുണ്ട്. അവർ കണ്ണിന് കാഴ്ച കുറവാണ്. അവർ നിരന്തരമായിട്ട് എനിക്ക് ഫോൺ ചെയ്യും, എങ്ങനെയെങ്കിലും എൻ്റെ മകനെ ഒന്ന് കയറ്റി നാട്ടിൽ വിടണം, അതിന് എന്ത് എക്സ്പെൻസ്, എന്ത് ചിലവ് വന്നിരുന്നാലും എൻ്റെ വീട്ടിൽ ക്യാഷ് എത്തിക്കാമെന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, നീ വാ. അപ്പോഴും 1 വർഷം കൊണ്ട് ഞാൻ പുള്ളിയെ ഈ കാര്യത്തിന് വേണ്ടി തപ്പി നടക്കിയിരുന്നു. അപ്പോൾ ഈ യാദർശികമായിട്ട് ഈ ഇടയ്ക്ക് ഒരു 6 മാസത്തിന് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇന്നണക്കിനാണ് എനിക്ക് നാട്ടിൽ പോകണം, അതിന് മറ്റ് വേറെ ആരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല, പുള്ളിക്ക് ഒരു ഔട്ട് പാസ് ഇതിന് മുമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഔട്ട് പാസ് പുള്ളിയുടെ കയ്യിൽ നിന്ന് മിക്സായിപ്പോയി. അത് അനിൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. പുള്ളി 400 ദിനാറോ 500 ദിനാറോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നാട്ടിൽ കയറ്റി വിടാമെന്ന് പുള്ളിയുടെ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 50 ദിനാർ കാശോ മറ്റോ പുള്ളിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുമുണ്ട് എന്നാ പുള്ളി പറയുന്നത്. വ്യക്തമായിട്ട് എനിക്ക് അറിയില്ല. കയറ്റി വിടാനും പൈസ ചോദിച്ചിട്ടുണ്ട്. ആണോ എന്നാ പുള്ളി പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ ഒരു 5 മാസമായി എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ പറഞ്ഞു, എനിക്ക് എങ്ങനെയെങ്കിലും നാട്ടിൽ പോകണം, നാട്ടിൽ പോകുന്നതിനുള്ളൊരു സംരംഭം ഉണ്ടാക്കി തരണം. അപ്പോൾ ഞാൻ പറഞ്ഞു, നിനക്ക് എന്ത് വേണോ, നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടോ ഞാൻ തരാം, നിങ്ങൾ ഇവിടെ നിന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തന്നെ ഇവിടെ അദ്ദേഹത്തിന് വേണ്ടി ഒരു സിംഗിൾ റൂം വാടകയ്ക്ക് എടുത്ത് 4 മാസം കൊണ്ട് അദ്ദേഹത്തിൻ്റെ മറ്റ് കാര്യങ്ങളെല്ലാം ഞാൻ പറയും, എങ്ങും പണിക്ക് വേണ്ട. എൻ്റെ അടുത്ത് തന്നെ സുധീറുമായിട്ട് ബന്ധപ്പെട്ടു.
സുധീർ പറഞ്ഞു, അല്ലേ നീ ആളിനെ ഇവിടെ കൊണ്ടുവന്നാൽ മതി, ബാക്കി കാര്യം ഞങ്ങൾ ഏറ്റു, ഞങ്ങൾ എന്ത് വേണോ നിയമപരമായിട്ടുള്ള മറ്റ് കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞു. ആ അടിസ്ഥാനത്തിൽ സുധീർ വേണ്ടുന്ന കാര്യങ്ങൾ അതുപോലെ എംബസിയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, അതുപോലെ എമിഗ്രേഷനുമായിട്ടും LMRA ആയിട്ടും ഒക്കെ സുധീർ നല്ലൊരു ഇടപെടൽ നടത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായും അദ്ദേഹത്തിന് പോകാനുള്ളൊരു വഴി ഒരുങ്ങി കിട്ടി. ടിക്കറ്റ് വരെയായി, നാളെ അദ്ദേഹം പോവുകയാണ്. അതിന് എനിക്ക് പറയാനുള്ള സുധീറിനോടാണ് ഏറ്റവും വലിയ നന്ദി പറയാനുള്ളത്. ഇദ്ദേഹത്തിൻ്റെ ഒരു രേഖകളും ഇവിടെ സിസ്റ്റത്തിനകത്ത് ഉണ്ടായിരുന്നില്ല. കാരണം അന്നത്തെ കാലത്ത് ഈ പിന്നെ ഹാൻഡ് റിട്ടേൺ പാസ്പോർട്ടിലുള്ള ഇതാണ്. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു രേഖയും ഇല്ല എന്ന് പറയാം. ഒരു രേഖയില്ല. അവസാനം വീട്ടുകാരുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ പല രേഖകളും സംഘടിപ്പിക്കുകയും അത് കഴിഞ്ഞ് ഇവിടുത്തെ പിന്നെ അംബാസഡറും അതുപോലെ തന്നെ എംബസി ഒഫീഷ്യൽസും ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നീക്കാൻ കാര്യങ്ങൾ നടത്തിയത്. എസ്പെഷ്യലി നമ്മൾ ഹൂറ പോലീസിൽ നിന്നാണ് ഇദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് എടുക്കുന്നതും അത് കഴിഞ്ഞ് ഇദ്ദേഹത്തെ LMRAയിൽ കൊണ്ടുപോവുകയും ചെയ്തു. LMRAയിൽ കൊണ്ടുവന്നതിന് ശേഷം വീണ്ടും നമ്മൾ ഡിപ്പോർട്ടേഷൻ ജയിലിൽ പോയി ഇദ്ദേഹത്തിൻ്റെ ഫിംഗർ പ്രിൻ്റൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് ഇമിഗ്രേഷൻ്റെ ഭാഗത്തുനിന്ന് റിക്വസ്റ്റ് ലെറ്ററൊക്കെ കൊടുത്ത് അതിന് ശേഷം ഏകദേശം ഒരു 10-20 ദിവസം കഴിഞ്ഞ് ഒരു ഈ ഒഫീഷ്യൽ വർക്ക് തന്നെ നടക്കാൻ 10-20 ദിവസത്തോളം എടുക്കേണ്ടി വന്നു. അതുപ്രകാരം എംബസി തന്നെയാണ് ഇദ്ദേഹത്തിനുള്ള ടിക്കറ്റും കൊടുത്തിരിക്കുന്നത്. തിരുവനന്തപുരത്തിലേക്ക് നാളെ രാവിലത്തെ തിരുവനന്തപുരം ഫ്ലൈറ്റിലാണ് ഇദ്ദേഹം പോകുന്നത്. അപ്പോൾ നാട്ടിലേക്ക് പോയിട്ട് ഇപ്പോൾ എന്താണ് പരിപാടി? നാട്ടിലേക്ക് പോയാൽ പണിക്ക് പോകാനൊന്നും പറ്റില്ല, സേവനങ്ങളെ കൊണ്ട് ചേർന്ന് നിൽക്കുകയാണല്ലേ. അപ്പം ഇനിയും സഹായങ്ങൾ എന്തെങ്കിലും വേണം എന്നുള്ളതാണ് പറയുന്നത് അല്ലേ? എന്തെങ്കിലും ഇനിയും ജീവനായിട്ട് പോകാൻ ഇപ്പം ആരോഗ്യത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടല്ലേ? അത് കുറച്ച് നാളായി, ഈ കൈയൊന്നും പൊങ്ങുന്നില്ല. ഓ ശരി. ഇപ്പം എന്ത് തോന്നുന്നു നാട്ടിലേക്ക് പോകുമ്പോൾ? എല്ലാം അമ്മയൊന്ന് കാണണമെന്നാണ് മെയിനായിട്ട് തോന്നുന്നത്. സന്തോഷമുണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാർ ഇതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങളെ ഇതിന് വേണ്ടിയിട്ട് പല ആൾക്കാരും സാമൂഹ്യ പ്രവർത്തകരുമായിട്ട് കൂടാതെ എംബസി ഇമിഗ്രേഷൻ. അപ്പോൾ അവരോടൊക്കെ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അവരോടൊക്കെ വളരെ നന്ദി പറയുന്നുണ്ട്.